അപ്പോൾ നമ്മുടെ വിഷയം സോഷ്യൽ ആൻസൈറ്റി. ചെറുതിലെ കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞു. ഇനി വലുതായപ്പോൾ ഉള്ളത്, ഉമ്മയും പാപ്പയും ഒക്കെ അവർക്ക് കംഫർട്ട് അല്ലാത്ത സ്ഥലത്ത് അവർക്കൊരു ധൈര്യത്തിന് എന്നെയും കൂട്ടി പോകും. ലൈക്ക് ബാങ്ക്, ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസ്. സത്യം പറഞ്ഞാൽ ധൈര്യത്തിന് എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഉമ്മാനേക്കാളും ടെൻഷൻ എനിക്കായിരിക്കും. പക്ഷെ പുറത്ത് കാണിക്കാൻ പറ്റില്ല. അല്ല, എന്തിനിപ്പോൾ ടെൻഷൻ അടിക്കുന്നേ? അവിടെ ഉള്ളവരും നമ്മളെപ്പോലെ മനുഷ്യന്മാർ തന്നെയല്ലേ. പക്ഷെ ആ ഒരു കാര്യം എൻ്റെ പൊട്ടബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതാണല്ലോ ഈ സോഷ്യൽ ആൻസൈറ്റി. അതുപോലെ ഇപ്പം ഇൻലോസിൻ്റെ വീട്ടിൽ കോൺഫിഡൻ്റ് ആയി കുക്ക് ചെയ്യാൻ പറ്റാണ്ടാവുക, ബോൾഡായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാണ്ടാവുക, അങ്ങനെ എത്ര സംഭവങ്ങൾ. പക്ഷെ വേറൊരു കാര്യം, എനിക്ക് കംഫർട്ടായിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ ഞാൻ പുലിയാണ്. നന്നായി സംസാരിക്കും, കാര്യങ്ങളൊക്കെ അടിപൊളിയായി ചെയ്യും, ലീഡർഷിപ്പ് ക്വാളിറ്റി വരെ ഉണ്ട്. എന്നാൽ ഞാനീ പറഞ്ഞ കംഫർട്ടായ ആൾക്കാരില്ലേ, അവർ വിരലിൽ എണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം, നിജസ്ഥിതി, പരമാർത്ഥം. പക്ഷേ ഏത് സിറ്റുവേഷനും നമ്മൾ മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകും. കാരണം ആരുടെയും മുന്നിൽ കൊച്ചാവാൻ പാടില്ലല്ലോ. അതന്നെ. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു ഗൈസ്.